ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च। श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिन्धु दीनबन्धो जगत्पदे गोपेशा गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वञ्चाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 11 വിശ്വരൂപം, ഭഗവാൻ വിശ്വരൂപം കാണിക്കുന്ന ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4-ാമത്തെ ശ്ലോകം വരെ നോക്കി. അപ്പോൾ നമ്മൾ കണ്ടു അർജുനൻ കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞ എല്ലാ വിഭൂതി ശക്തികളെക്കുറിച്ചും അദ്ദേഹം കേട്ടു. അതെല്ലാം കേട്ടു, അദ്ദേഹത്തിന് ബോധ്യമായി, അദ്ദേഹം അത് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടു. എന്നിട്ട് ഇവിടെ അർജുനൻ ചോദ്യം ചോദിക്കുകയാണ് ഭഗവാനോട്. അതായത് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ചോദ്യമല്ല, അഭ്യർത്ഥനയാണ്, റിക്വസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഭഗവാനോട്. എന്താണ് പറയുന്നത്? ആ വിശ്വരൂപം കാണിക്കുവാൻ. അദ്ദേഹം 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വരൂപത്തിൽ അതെല്ലാം കാണുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ രൂപം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം അർജുനൻ ഇത് അറിയാഞ്ഞിട്ടല്ല. അർജുനൻ പല ഭാഗങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വെറും സുഹൃത്ത് മാത്രമല്ല, പരമദിവ്യോത്തമ പുരുഷനാണ് എന്നുള്ളത്. എന്നാൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, നമുക്കെല്ലാവർക്കും മനസ്സിലാക്കി തരുവാൻ വേണ്ടി അർജുനൻ ആ വിശ്വരൂപം കാണിക്കാൻ പറയുവാണ്. കാര്യം പലവർക്കും വിശ്വാസമില്ല. ഇതിൽ വായിച്ചു കഴിഞ്ഞാലും അത് ഉൾക്കൊള്ളണ്ടേ? വിശ്വാസം വരണം അല്ലേ? വിശ്വാസം വരണമെങ്കിൽ അത് കാണുമ്പോഴാണ് വിശ്വാസം വരുന്നത് ചിലവർക്ക്. അനുമാൻ പ്രമാണം, അതേപോലെ പ്രത്യക്ഷ പ്രമാണം, അതേപോലെ ശബ്ദപ്രമാണം. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ ഒരു കാര്യം അറിയുന്നത്, അല്ലെങ്കിൽ അറിവുകൾ നമ്മൾ ശേഖരിക്കുന്നത്. ഈ 3 രീതിയിലായിരിക്കാം. പ്രത്യക്ഷ പ്രമാണം, അനുമാന പ്രമാണം, അല്ലെങ്കിൽ ശ്രുതി അല്ലെങ്കിൽ ശബ്ദപ്രമാണം.
ഇതിലെ പ്രത്യക്ഷ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കണ്ടാൽ മാത്രമേ, കണ്ടാൽ അല്ലെങ്കിൽ അനുഭവിച്ചാൽ മാത്രമേ അതിനെ അംഗീകരിക്കുള്ളൂ. അങ്ങനെ വിചാരിക്കുന്നവർക്ക് അതേ നടക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ ഭഗവാൻ ഉണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ അവർ പറയും എനിക്ക് ഭഗവാനെ കാണണം എന്നാലേ ഞാൻ വിശ്വസിക്കുള്ളൂ. എന്നാൽ അനുമാൻ പ്രമാണം എന്ന് പറഞ്ഞ്, അനുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഊഹാപോഹങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ, സയൻറ്റിഫിക് ആയിട്ട് പറയുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന ടെർമിനോളജി ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതായത് പല ഊഹങ്ങളാണ് അവിടെ ചെയ്യുന്നത്. അതായത് ഇതിങ്ങനെയാണെങ്കിൽ ആ കാര്യം ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് അവർ ഊഹിക്കുന്നു. അങ്ങനെ പിന്നെ വരുന്നത് ശബ്ദപ്രമാണം. ശബ്ദപ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുജനങ്ങളിൽ നിന്ന് കേൾക്കുന്ന കാര്യം, അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യം, അല്ലെങ്കിൽ ശരിയായിട്ടുള്ളൊരു അതോറിറ്റിയിൽ നിന്ന് കേൾക്കുന്ന കാര്യം, അതിനെ ശബ്ദപ്രമാണമെന്ന് പറയുന്നു. ഇതിൽ വെച്ച് ഏതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്, ഏതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? പ്രത്യക്ഷ പ്രമാണമാണോ, അതായത് കാണുന്നത് മാത്രമേ സത്യമുള്ളൂ എന്ന് വിചാരിക്കുന്നത് ശരിയാണോ, അതോ അനുമാൻ പ്രമാണമാണോ, അതോ ശബ്ദപ്രമാണമാണോ? ഏതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ശബ്ദപ്രമാണമാണ് ശാസ്ത്രങ്ങളും ഗുരുജനങ്ങളുടെ വാക്കുകളും ആചാര്യന്മാരുടെ നമ്മളെ പഠിപ്പിക്കുന്നതൊക്കെ. ഗുരു സാധു ശാസ്ത്രം പറയുന്നത്, ശ്രുതി അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ, വേദങ്ങൾ, അതാണ് ശബ്ദപ്രമാണം. ശബ്ദപ്രമാണം ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് പലതും കാണുവാനും കേൾക്കുവാനും ഒന്നും സാധിക്കില്ല. എന്നാൽ നമ്മൾ ആ അതോറിറ്റി പറയുന്നത് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിച്ച് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ഉണ്ടാവും. അപ്പോൾ എന്നാലും ചിലവർക്ക് അത് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പല പല രീതിയിൽ പല പല കാര്യങ്ങൾ കാണിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ കുറച്ചെങ്കിലും വിശ്വസിക്കും. അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട് അല്ലേ കൂട്ടത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ. ഇവിടെ അർജുനൻ അങ്ങനെ കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വിശ്വരൂപം ചോദിക്കുന്നത്. കാര്യം ഈ പറഞ്ഞതൊക്കെ, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി. അത് അർജുനൻ കണ്ടു, അർജുനനെ കാണിക്കുന്നതായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നു. അപ്പോൾ വായിക്കുന്ന ഒരു വ്യക്തിക്ക് അർജുനനെ കാണിച്ചു എന്നുള്ളത് അവർക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കും. ഇനി അതും ഇല്ലാത്തവരുണ്ട്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒരു വ്യക്തിയെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കിപ്പിക്കുക. ആധ്യാത്മിക തലത്തിലുള്ള കാര്യങ്ങൾ കുറച്ചെങ്കിലും, അതായത് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുവാണ്. അതായത് ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനെ സേവിക്കലാണ്, നമ്മൾ ഭഗവാന്റെ അംശമായിട്ടുള്ള നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഭഗവാനെ സേവിക്കലാണ് നമ്മുടെ നിത്യധർമ്മം, അല്ലെങ്കിൽ നമ്മുടെ ജൈവധർമ്മം, ശാശ്വതമായിട്ടുള്ള ധർമ്മം എന്നുള്ളത് അദ്ദേഹം പല രീതിയിലൂടെയും പഠിപ്പിക്കുന്നു. അപ്പോൾ പല രീതിയിലൂടെയും ഏത് ലെവലിൽ വരെ ഇറങ്ങി അദ്ദേഹം പഠിപ്പിക്കാൻ തയ്യാറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ വിശ്വരൂപം കാണിക്കുന്നത്. ആക്ച്വലി വിശ്വരൂപം കാണിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഭക്തരെ സംബന്ധിച്ച് ഭക്തർക്ക് ഈ വിശ്വരൂപത്തോട് വലിയ അടുപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ വിശ്വരൂപത്തോട് വലിയ അട്രാക്ഷൻ ഇല്ല. കാര്യം ഈ വിശ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാശ്വതമായിട്ടുള്ളൊരു രൂപമല്ല ഭഗവാന്റെ. കാര്യം വിശ്വരൂപത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ ഭൗതിക ലോകത്തിലെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സൽ കോസ്മിക് മാനിഫെസ്റ്റേഷനാണ് അതിൽ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്കറിയാം, സൃഷ്ടിയും നാശവും ഒക്കെ സംഭവിക്കുന്നുണ്ട്, സംഹാരമൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് താൽക്കാലികമായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷനാണ്. ഇതിനെ ടെമ്പററി മാനിഫെസ്റ്റേഷനാണ് ഭഗവാന്റെ ഈ വിശ്വരൂപം എന്ന് പറയുന്നത്. അല്ലാതെ ആധ്യാത്മിക ലോകത്തിൽ ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാൻ ഇങ്ങനൊരു രൂപം ഇല്ല. കാര്യം ഇത് ബേസിക്കലി ഇവിടുത്തെ ഭൗതിക ലോകത്തിലെ ആ കോസ്മിക് മാനിഫെസ്റ്റേഷൻ കാണിക്കാനുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആണെന്ന് മാത്രം. കാര്യം നമ്മളിനി കാണും, ഇതിൽ വിശ്വരൂപത്തിൽ കാണും ഭഗവാന്റെ ഭഗവാന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് അവർ ഉപമിക്കുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് അതായത് കണ്ണുകൾ സൂര്യനായിട്ട്, അങ്ങനെ പല പല രീതിയിലാണ് എക്സ്പ്ലനേഷൻ വരുന്നത്. അപ്പോൾ അതൊക്കെ
ഇവിടുത്തെയാണ്. അപ്പോൾ ഇത് ചില ആളുകൾക്ക് ഇത് ഒരുപാട് ആകർഷണം തോന്നുന്ന കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ ഇത് കാണിക്കുന്നത്, വിശ്വരൂപം കാണിക്കുന്നത്. കാര്യം ഹോ ഇതിങ്ങനെ ഇത് കാണുമ്പോൾ, വിശ്വരൂപത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ കാണുമ്പോഴും ഒക്കെ ആളുകൾക്ക് ശരിയാണ് എന്ന്, ഭഗവാൻ പരമദിവ്യത്വം പുരുഷനാണ്, അദ്ദേഹത്തിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് എന്നുള്ളത് ആ ഒരു ഫീലിംഗ് വരാൻ വേണ്ടിയിട്ട്. നമ്മളെ സംബന്ധിച്ച് ഭഗവാന്റെ ആ ത്രിഭംഗ ലളിത ശ്യാമസുന്ദരമായിട്ടുള്ള രൂപമാണ് നമ്മുടെ ആഗ്രഹം, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതും. അത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണും. അർജുനൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് വിശ്വരൂപം കാണിക്കാൻ. അതെല്ലാം കാണിച്ചു കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ അർജുനൻ തന്നെ പറയും, കൃഷ്ണ, എനിക്കിത് കണ്ടിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അല്ലെങ്കിൽ എനിക്കിത് ഭയാനകമായിട്ടുള്ളൊരു പേടിയാവുന്ന തരത്തിലുള്ളൊരു രൂപമാണ്, എനിക്കിത് വേണ്ട, എനിക്ക് സാധാരണ എൻ്റെ ആ ശ്യാമസുന്ദര രൂപം മാത്രം, അല്ലെങ്കിൽ 2 കൈകളുള്ള ഒറിജിനൽ ഫോം മാത്രം കാണിച്ചാൽ മതി, എനിക്കത് കണ്ടാൽ മതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അത് പിന്നീട് വരുന്ന കാര്യമാണ്, ഇപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ 5ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ശ്രീ ഭഗവാനുവാച. അപ്പോൾ വിശ്വരൂപം കാണിക്കുവാൻ അർജുനൻ പറഞ്ഞു. ഇനി എന്താണ് ഭഗവാൻ പറയുന്നത് നോക്കാം. പശ്യമേ പാർത്ഥരൂപാനി ശതശോതാ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ശ്രീഭഗവാനുവാച. പശ്യമേ പാർത്ഥരൂപാണി ശതശോതാ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച. പശ്യമേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച. പശ്യമേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ശതദോർധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാനുവാച. പശ്യമേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച. പശ്യമേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച. പശ്യമേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച. പശ്യമേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച. പശ്യമേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്രീ ഭഗവാനുവാച. പശ്യമേ പാർത്ഥരൂപാണി ശതശോധസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. ഹരേ കൃഷ്ണ. താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കൂ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭാതിക്ക് ജയ്. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന,
പല വർണ്ണങ്ങളിലും പല ആകൃതികളിലുമുള്ള എൻ്റെ 1000 ദിവ്യരൂപങ്ങൾ നീ കണ്ടുകൊള്ളൂ. ഭാവാർത്ഥം: അതീന്ദ്രിയമെങ്കിലും പ്രപഞ്ച സൃഷ്ടിക്കു വേണ്ടി പ്രത്യക്ഷീഭവിച്ചതും ആ നിലയ്ക്ക് ഭൗതിക നിയമമനുസരിച്ച് കാലാധീനവുമായ വിശ്വരൂപത്തിൽ ഭഗവാനെ ദർശിക്കണമെന്നാണ് അർജുനൻ ആഗ്രഹിച്ചത്. ഭൗതിക പ്രകൃതി ആവിർഭവിക്കുകയും തിരോഭവിക്കുകയും ചെയ്യുന്നു. കൃഷ്ണന്റെ വിശ്വരൂപവും അങ്ങനെ തന്നെ. കൃഷ്ണന്റെ മറ്റു രൂപങ്ങൾ സദാ പരമവ്യോമത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ഈ രൂപത്തിൽ ഭഗവാനെ ദർശിക്കണമെന്ന് വിശേഷാൽ താല്പര്യമുണ്ടാവാറില്ല. അർജുനൻ അങ്ങനെ അതിയായി ആഗ്രഹിച്ചതുകൊണ്ടാണ് കൃഷ്ണൻ തന്റെ ഈ രൂപം വെളിപ്പെടുത്തിയത്. ഭഗവത് കരുണ മൂലം ആ കഴിവ് സിദ്ധിച്ചവർക്കൊഴികെ ആർക്കും ഈ രൂപം ദൃശ്യമാവില്ല താനും. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഇവിടെ ഭഗവാൻ പറയുന്നു അർജുനോട്, എന്താ, കണ്ടോളൂ, നീ ചോദിച്ചതാണ്, അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശ്വരൂപം കാണിക്കാൻ പോവാണ്. അദ്ദേഹം പറയുന്നു ഇത് ഒരുപാട് വെറൈറ്റി, ഒരുപാട് രൂപത്തിൽ, ഒരുപാട് രീതിയിൽ കാണാൻ സാധിക്കും. അങ്ങനെ വിശ്വരൂപം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിൻ്റെ തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷനാണ് ആക്ച്വലി. സോ അത് ചെറിയൊരു രൂപമല്ല. അത് കാണുമ്പോൾ ഭയാനകമായിട്ടുള്ള രൂപം പോലെ, ഭയാനകം എന്ന് പറഞ്ഞാൽ പേടിയാവുന്നു എന്നുള്ളതല്ല, പക്ഷേ എന്നാലും നമുക്ക് വലുതായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ളൊരു രൂപമാണ്. ഇപ്പോൾ ഇവിടെ ശിലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവാന്റെ രൂപമായതുകൊണ്ട് അതീന്ദ്രിയമാണ് എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ എന്നാലും ഇത് ടെമ്പററി ആണ്, അല്ലെങ്കിൽ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു രൂപമാണ്. ആധ്യാത്മിക ലോകത്തിൽ ഇങ്ങനെ ഉള്ളൊരു രൂപമില്ല. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് നമ്മളിതിന് മുമ്പ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഭക്തരെ സംബന്ധിച്ച് ഈ ഒരു രൂപം, വിശ്വരൂപത്തെ കാണുക എന്ന് പറയുന്നത് അത്ര വലിയ അവരെ സംബന്ധിച്ച് അങ്ങനെ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഭഗവാന്റെ ഭംഗിയുള്ള ത്രിഭംഗ ആ ഒരു രൂപമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാണാൻ. പിന്നെ അതുമാത്രമല്ല, ഒരു കാര്യം കൂടെ ഇവിടെ ശിലപ്രഭുജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ രൂപം കാണുവാനും, ഈ യൂണിവേഴ്സൽ ഫോം അല്ലെങ്കിൽ ഈ വിശ്വരൂപം കാണുക എന്ന് പറയുന്നതും സാധാരണ ആർക്കും സാധിക്കില്ല. ഭഗവാൻ തന്നെ ആ ഒരു ശക്തി കൊടുത്താലേ കാണാൻ സാധിക്കുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഈ വിശ്വരൂപം കാണാൻ സാധിക്കുള്ളൂ. മറ്റുള്ള രൂപത്തെക്കുറിച്ച് പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഏത് രൂപമാണെങ്കിലും ഭഗവാൻ അത് സമ്മതിക്കണം. ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ടേ കാണാൻ സാധിക്കുള്ളൂ. ഇവിടെ അർജുനന് ആ ഒരു ഈ വിശ്വരൂപം കാണാനുള്ള ഒരു കണ്ണുകൾ, സ്പെഷ്യലായിട്ടുള്ള കണ്ണുകൾ കൊടുക്കുന്നു. അതായത് അർജുനൻ അത് കാണുന്നു, അർജുനന് കാണാൻ സാധിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും അത് കാണാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ. ഇപ്പോൾ 6ാമത്തെ ശ്ലോകം: പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതസ്തത. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതസ്തതാ ബഹൂനി അദൃഷ്ടപൂർവാണി പശ്യാചാര്യാണി ഭാരത. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഹരേ കൃഷ്ണ. വൈഷ്ണവജി. ഹരേ കൃഷ്ണ. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതസ്തതാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്ചാച്ചര്യാണി ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതസ്തതാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്ചാശ്ചര്യാണി ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതസ്തതാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്ചാശ്ചര്യാണി ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതസ്തതാ ബഹൂനി അദൃഷ്ടപൂർവാണി പശ്യ ആശ്ചര്യാണി ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതസ്തഥാ ബഹൂനി അദൃഷ്ടപൂർവാണി പശ്ചാചര്യാണി ഭാരത. കൃഷ്ണ. ഹരേ കൃഷ്ണ.
പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതസ്തദാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തഥാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതസ്തദാ ബഹൂദൃഷ്ടപൂർവാണി പശ്ചാശ്ചര്യാണി ഭാരത. ഹരേ കൃഷ്ണ പ്രഭുജി. വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. വായിക്കാം. ഹരേ കൃഷ്ണ. വിവർത്തനാൻ ഭാവാർത്ഥമായി ശ്രീല പ്രഭുവാദ്. ശ്രീല പ്രഭുവാദ് കി ജയ്. ഭാരത ശ്രേഷ്ഠ, ഇതാ ആദിത്യനും വസുക്കളും രുദ്രന്മാരും അശ്വിനി ദേവന്മാരും മരുത്തുക്കളും ദേവകളുമെല്ലാം ഇതിനു മുമ്പ് മറ്റാരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത അത്യാശ്ചര്യങ്ങൾ പലതും കണ്ടുകൊള്ളൂ. ഭാവാർത്ഥം. കൃഷ്ണന്റെ ആത്മസുഹൃത്തും തികച്ചും അഭിജ്ഞനുമാണെങ്കിലും അർജുനന് കൃഷ്ണനെക്കുറിച്ചുള്ള അറിവ് പരിപൂർണമല്ല. ഭഗവാന്റെ നാനാരൂപങ്ങളുടെയും ആവിർഭാവങ്ങളുടെയും പൂർണ്ണമായി കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഉള്ള മനുഷ്യരില്ലെന്നാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. കൃഷ്ണൻ അത്ഭുതാവഹങ്ങളായ ഈ രൂപങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. അർജുനനോട് പറയുന്നു, കൃഷ്ണൻ താ കണ്ടോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം കാണിക്കുവാണ്. ആദിത്യന്മാര്, വസുക്കള്, രുദ്രന്മാര്, രുദ്രൻ 1 അല്ല 11 അല്ലേ, നമ്മളൊക്കെ അറിയാം. രുദ്ര എന്ന് പറഞ്ഞ 11 സംഖ്യ. അശ്വിനി കുമാരന്മാര്, അതേപോലെ ഒരുപാട് ദേവീദേവന്മാർ, ഇവരൊക്കെ കാണുവാണ് ഭഗവാന്റെ ശരീരത്തിൽ. എന്തായിരിക്കും? എല്ലാ ദേവന്മാരെ കാണുന്നു ഭഗവാന്റെ ശരീരത്തിൽ അർജുനൻ. അപ്പോൾ ഇങ്ങനെയൊരു രൂപമാണ് കാണിക്കുന്നത് ഭഗവാൻ. ഇവിടെ ശിലപ്രഭുജി പറയുന്നു ഭാവാർത്ഥത്തിൽ, അർജുനൻ ഭഗവാന്റെ സുഹൃത്താണ്, അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും അദ്ദേഹം ഭക്തനാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഭഗവാനല്ല അല്ലേ. ഭഗവാനല്ലാത്തത് കൊണ്ട് ഒരു ഭക്തൻ, ഒരു ജീവാത്മാവിന് അത് എന്ത് കാര്യമാണെങ്കിലും ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഒരു ലിമിറ്റ് വരെ ഓക്കെ, ഭഗവാൻ റിവീൽ ചെയ്യുന്ന അനുസരിച്ചിട്ട് അവർക്ക് മനസ്സിലാവും. അങ്ങനെയാണ്. അപ്പോൾ ഇതുവരെ അർജുനൻ കണ്ടിട്ടില്ല ആ രൂപം. ഇവിടെ അർജുനൻ ചോദിക്കുന്നു, അത് കാണിച്ചു തരാൻ പറയുന്നു. അത് അപ്പോൾ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ആർക്കും, അല്ലെങ്കിൽ ഭക്തർക്ക്. ഓഫ് കോഴ്സ് ഭഗവാൻ അങ്ങനെ ആർക്കും ആ ഒരു ഫ്രീഡം കൊടുക്കില്ല അല്ലേ. ഭഗവാന്റെ ശുദ്ധ ഭക്തർക്കാണ് അദ്ദേഹം റിവീൽ ചെയ്ത് കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു രൂപം, ഭഗവാന്റെ ഇങ്ങനെയുള്ളൊരു വിശ്വരൂപം ഭഗവാൻ തന്നെ പറയുന്നു, ഇതുപോലെ ആരും കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല ഈ ഒരു രൂപം. അതുകൊണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ആർക്കും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല. കാണുമ്പോൾ എല്ലാ ദേവന്മാരും ഇരിക്കുന്നു, എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ഭഗവാന്റെ ഉള്ളിൽ, എല്ലാ പ്ലാനറ്റുകളും ഇങ്ങനെ എല്ലാം കാണുന്നു. മലകളും കുന്നുകളും സൂര്യനും ചന്ദ്രനും ഒക്കെ ഭഗവാന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളായിട്ട് കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതാണ്. ഓക്കെ, അടുത്ത ശ്ലോകം 7. ഇഹൈകസ്തം ജഗത് കൃഷ്ണം പശ്യാദ്യാസചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദ്രഷ്ടുമിച്ഛസി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇഹൈകസ്തം ജഗത് കൃഷ്ണം പശ്ചാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദ്രഷ്ടുമിച്ഛസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇഹൈകസ്തം ജഗത് കൃഷ്ണം പശ്ചാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദ്രഷ്ടുമിച്ഛസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇഹൈകസ്തം ജഗത് കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദ്രഷ്ടുമിച്ഛസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇഹൈകസ്തം ജഗത് കൃഷ്ണം പശ്ചാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദ്രഷ്ടുമിച്ഛസി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇഹൈകസ്തം ജഗത് കൃഷ്ണം പശ്ചാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദ്രഷ്ടുമിച്ഛസി. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഇഹൈകസ്തം ജഗത്കൃഷ്ണം പശ്ചാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇഹൈകസ്ഥം ജഗത് കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇഹൈകസ്ഥം ജഗത്കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗൂഢാകേശ യച്ഛാന്യത് ദ്രഷ്ടുമിച്ഛസി. ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. വായിക്കൂ. വിവർത്തനം വായിക്കട്ടെ പ്രഭു? അല്ലയോ, വിവർത്തനം വായിച്ചോട്ടെ പ്രഭു? വായിക്കൂ. ഹരേ കൃഷ്ണ. അല്ലയോ അർജുന, നീ കാണാൻ ഇച്ഛിക്കുന്നതെന്തും ഇപ്പോൾ തന്നെ എന്റെ ശരീരത്തിൽ കണ്ടുകൊള്ളൂ. നീ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, മേലിൽ കാണാൻ ആഗ്രഹിച്ചേക്കാവുന്നത് പോലും സർവചരാചരങ്ങളും ഇവിടെ ഒത്തിണങ്ങിയിരിക്കുന്നു. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭാവാർത്ഥം: ഒരിടത്തിരുന്നു കൊണ്ട് പ്രപഞ്ചം മുഴുവൻ കാണാൻ ആർക്കും സാധ്യമല്ല. ഒരു വിദഗ്ധനായ ശാസ്ത്രജ്ഞനും പ്രപഞ്ചത്തിൽ മറ്റിടങ്ങളിൽ നടക്കുന്നത് എന്തെന്നറിയാനാവില്ല. അർജുനനെ പോലുള്ള ഒരു ഭക്തനാകട്ടെ പ്രപഞ്ചത്തിന്റെ ഏതൊരു മൂലയും അവിടെ നടക്കുന്നതും കാണാം. കഴിഞ്ഞതോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ ഭാവിയിൽ സംഭവിക്കാവുന്നതോ എന്തും ദർശിക്കാനുള്ള കഴിവ് കൃഷ്ണൻ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അങ്ങനെ കൃഷ്ണന്റെ കാരുണ്യത്താൽ അർജുനന് സകലതും കാണാൻ കഴിവുണ്ടാകുന്നു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഇവിടെ ഭഗവാൻ പറയുന്നു, അർജുന കണ്ടോളൂ, നിനക്കിനി കാണാൻ വേണ്ടി എന്താ ഉള്ളത്? നീ ആഗ്രഹിച്ച പോലെ എല്ലാം തന്നെ ഈ ലോകത്ത് നടക്കുന്നതെല്ലാം നിനക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഭഗവാൻ ഈ ഒരു രൂപം കാണിച്ചു കൊടുത്ത് പറയുവാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും ആ കാഴ്ച? എന്തായിരിക്കും? അതായത് സർവ്വചരാചരങ്ങളും അനങ്ങുന്നതും അനങ്ങാത്തതും എല്ലാം തന്നെ, എവ്രിതിങ് എല്ലാം ഭഗവാന്റെ വിശ്വരൂപത്തിലുണ്ട് ഈ ഭൗതിക ലോകത്തിലെ. അതാണ് ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നത്. സാധാരണ ഒരു വ്യക്തിക്ക് ഇതൊന്നും കാണാൻ സാധിക്കില്ല. നമുക്കറിയാം, ഒരു സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ പോട്ടെ, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു റൂമിലിരുന്ന് അപ്പുറത്തെ റൂമിൽ നടക്കുന്നത് എന്താണെന്ന് പോലും നമുക്കറിയാൻ സാധിക്കില്ല. അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. പിന്നെയാണോ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ആർക്കും ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഏത് ശാസ്ത്രജ്ഞനും സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ അർജുനൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിൽ നടക്കുന്നതെല്ലാം ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്, എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത്. അദ്ദേഹം ആ ഒരു ദർശനത്തിൽ അദ്ദേഹം, അല്ലെങ്കിൽ ഈ ഒരു വിശ്വരൂപത്തിൽ അദ്ദേഹം എല്ലാം കാണുന്നു. അതായത് വരാൻ പോകുന്നതും കഴിഞ്ഞതും അതായത് ഇനി ഇപ്പോൾ നടക്കുന്നതും വരാൻ പോകുന്നതും ഒക്കെ, പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും സ്ഥിതി? അർജുനൻ കുറച്ച് കഴിഞ്ഞാൽ കാണുന്നുണ്ട്, കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ടില്ല, എന്നാൽ ഓരോരുത്തരും ഭഗവാന്റെ വായ്ക്കകത്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് എല്ലാവരും ഇത് ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുന്നതോടുകൂടി എല്ലാവരെയും അവസാനിക്കുന്നതായിട്ടുള്ളത് ആ ഒരു കാര്യം കൂടെ അർജുനൻ കാണുന്നു. അപ്പോൾ പാസ്റ്റും വർത്തമാനം ഭാവി ഭൂതം എല്ലാം കാണുവാണ് അർജുനൻ. അപ്പോൾ ഇതൊക്കെ സാധിച്ചത് എങ്ങനെയാണ്? അർജുനന് സാധിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. ഭഗവാന്റെ കാരുണ്യം ഇല്ലെങ്കിൽ, ഭഗവാൻ വിചാരിക്കാതെ ഇതൊന്നും ആർക്കും കാണുവാനോ കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കുന്ന കാര്യമല്ല. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഓക്കെ, അടുത്ത ശ്ലോകം 8. നാതു മാം ശക്യസേ ദ്രഷ്ടും അനൈനൈവാസ്വ ചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യ മേ യോഗമൈശ്വരം. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. നതു മാം ശക്യസേ ദ്രഷ്ടുമനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യ മേ യോഗമൈശ്വരം. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നതു മാം ശക്യസേ ദൃഷ്ടും മനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യ മേ യോഗമൈശ്വരം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നതു മാം ശക്യസേ ദ്രഷ്ടുമനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യ മേ യോഗമൈശ്വര്യം. ഹരേ കൃഷ്ണ.
ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ന തു മാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യ മേ യോഗമൈശ്വര്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ന തു മാം ശക്യസേ ദൃഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യ മേ യോഗമൈശ്വരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ന തു മാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യ മേ യോഗമൈശ്വര്യം. കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ന തു മാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യ മേ യോഗമൈശ്വര്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ന തു മാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദധാമി തേ ചക്ഷു പശ്യ മേ യോഗമൈശ്വരം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ന തോ മാം ശക്യസേ ദ്രഷ്ടോ മാൻ അനൈവ ചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യ മേ യോഗമൈശ്വര്യം. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ. ഹരേ കൃഷ്ണ. വായിക്കൂ കീർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭുജി. യെസ്, ഹരേ കൃഷ്ണ. വായിക്കൂ. വിവർത്തനമാൻ ഭാവാർത്ഥമായി ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. പക്ഷേ നിനക്ക് ഈ നേത്രങ്ങൾക്ക് പക്ഷെ നിന്റെ ഈ നേത്രങ്ങൾക്ക് ഞാൻ ദൃശ്യനാവില്ല. അതുകൊണ്ട് നിനക്ക് ഞാൻ ദിവ്യ ചക്ഷുഷ് നൽകുന്നു. എന്റെ വിഭൂതികളെ യഥേഷ്ടം കണ്ടുകൊള്ളൂ. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഒരു ശുദ്ധഭക്തൻ കൃഷ്ണനെ ദ്വിഭുജ രൂപത്തിലല്ലാതെ വേറൊരു രൂപത്തിലും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഭക്തന് ഭഗവത് കാരുണ്യത്താൽ ഭഗവാന്റെ വിശ്വരൂപം ദർശിക്കാം. മനസ്സുകൊണ്ടല്ല, ആത്മീയ നേത്രങ്ങൾ കൊണ്ടാണ് വിശ്വരൂപം ദർശിക്കേണ്ടത്. കൃഷ്ണന്റെ വിശ്വരൂപം കാണാൻ മനസ്സിനെ മാറ്റുകയല്ല, വീക്ഷണം മാറ്റുകയാണ് കൃഷ്ണൻ നിർദ്ദേശിച്ചത്. അതിപ്രധാനമായ ഒന്നല്ല കൃഷ്ണന്റെ വിശ്വരൂപം. അത് പിന്നീടുള്ള ശ്ലോകങ്ങളിൽ നിന്ന് മനസ്സിലാകും. അർജുനൻ ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് അതിനാവശ്യമായ വീക്ഷണ വിശേഷം കൃഷ്ണൻ കൊടുത്തു. കൃഷ്ണനുമായി ആധ്യാത്മിക ബന്ധം പുലർത്തിപ്പോന്ന ഭക്തന്മാർ അദ്ദേഹത്തിന്റെ പ്രേമഭാവത്തിലാണ്. അനീശ്വരനായ വിഭൂതി പ്രദർശനത്തിനാലല്ല ആകൃഷ്ടരാകുന്നത്. കൃഷ്ണന്റെ കളിച്ചങ്ങാതികളാകട്ടെ മാതാപിതാക്കളാകട്ടെ ഈ വിഭൂതികൾ കാട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. കൃഷ്ണൻ പുരുഷോത്തമനായ ഭഗവാനാണെന്ന് തന്നെ അവർ അറിഞ്ഞിട്ടില്ല. അത്രയുമധികം വിശുദ്ധ സ്നേഹത്താൽ മുഴുകിയിരുന്നു അവരുടെ ഹൃദയങ്ങൾ. പ്രേമഭരിതമായ സഹവാസത്തിൽ കൃഷ്ണന്റെ സമുത്കൃഷ്ടത അവർ വിസ്മരിക്കുന്നു. കൃഷ്ണനോടൊപ്പം കളിച്ചു വന്ന കുട്ടികളെല്ലാം പരിശുദ്ധരായ ജീവാത്മാക്കളാണെന്നും അനേകായിരം ജന്മങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ അവർക്ക് കൃഷ്ണനുമായി കളിക്കാൻ സാധിച്ചതെന്നും ഭാഗവതത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ആ ബാലന്മാർ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് അറിഞ്ഞിരുന്നില്ല. അവർക്ക് കൃഷ്ണൻ ഉറ്റ സുഹൃത്താണ്. ശുകദേവ് ഗോസ്വാമി പറയുന്നു, ഭാഗവതം 10:12-11, ഇത്തം സദാം ബ്രഹ്മ സുഖാനുഭൂത്യ ദാസ്യം ഗതാനാം പരദൈവതേന മായാശ്രിതാനാം നരദാരകേണ സാകം വിജഹ്രു കൃത പുണ്യപുഞ്ചാഹ. മഹർഷിമാർ അവ്യക്തിഗത ബ്രഹ്മമെന്നും ഭക്തന്മാർ ഭഗവാൻ എന്നും സാധാരണ ജനങ്ങൾ ഭൗതിക പ്രകൃതിയുടെ സന്താനമെന്നും കരുതുന്ന പരമപുരുഷൻ ഇവിടെ നിലകൊള്ളുന്നു. ജന്മാന്തരങ്ങളിൽ എണ്ണമറ്റ പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ ബാലന്മാർ പരമദിവ്യോത്തമ പുരുഷനോടൊപ്പം കളിക്കുന്നു. അതുകൊണ്ട് ഉത്തമ ഭക്തർ വിശ്വദർശനം ആഗ്രഹിക്കുന്നില്ല. അർജുനന് കൃഷ്ണന്റെ പ്രസ്താവനകൾ സാധൂകരിക്കണമായിരുന്നു. അതോടൊപ്പം ഭാവിയിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയും വേണം. താൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് കൃഷ്ണൻ പറഞ്ഞത് വെറും സൈദ്ധാന്തികമായോ ദാർശനികമായോ അല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ശിഷ്യ പരമ്പരയുടെ ആദ്യ കണ്ണിയായതുകൊണ്ട് അർജുനന് ഈ ഉറപ്പ് നൽകേണ്ടത് ആവശ്യമാണ്. പരമദിവ്യോത്തമ പുരുഷനായി കൃഷ്ണനെ അറിയാനും അർജുനനെ പിന്തുടരാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കൃഷ്ണൻ സൈദ്ധാന്തികമായി താൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് പറയുക മാത്രമല്ല, അത് വാസ്തവത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു. തന്റെ വിശ്വരൂപം ദർശിക്കുന്നതിലേക്കായി ഭഗവാൻ അർജുനന് ദിവ്യ ചക്ഷുഷ് നൽകി. നേരത്തെ പ്രസ്താവിച്ചതുപോലെ അർജുനന് വിശ്വരൂപം കാണുവാൻ വലിയ താല്പര്യമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഭഗവാൻ ഇവിടെ പറയുന്നു, നതു മാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷ
ഇതൊക്കെ ഭഗവാൻ ഇത് പറഞ്ഞു, അർജുനൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടോളൂ, ഭഗവാൻ കാണിക്കുന്നുണ്ട്, പക്ഷെ അർജുനൻ കണ്ടു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, നിന്റെ ഈ കണ്ണുകൾ ഉപയോഗിച്ച്, കണ്ണുകൾ കൊണ്ട് ഈ ഒരു രൂപത്തെ കാണുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് ദിവ്യമായിട്ടുള്ള ചക്ഷുഷു അല്ലെങ്കിൽ കണ്ണുകൾ തരാൻ പോകുന്നു. ദിവ്യം ദദാമി തേ ചക്ഷുഷു പശ്യമേ യോഗമൈശ്വരം. അതായത് ആ ദിവ്യമായിട്ടുള്ള ചക്ഷുഷു അല്ലെങ്കിൽ ആ ഒരു നേത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്, കാണുവാനുള്ള ശക്തി കൊടുക്കുകയാണ്, അതീന്ദ്രിയ തലത്തിലുള്ള ദിവ്യമായിട്ടുള്ളത്. ദദാമി, ഞാൻ തരാം നിനക്ക്, പശ്യമേ യോഗമൈശ്വരം. അപ്പോൾ ആ ഒരു ചക്ഷുഷു അല്ലെങ്കിൽ ആ ഒരു കണ്ണുകൾ ഉപയോഗിച്ച് നീ ഈ ഐശ്വര്യം നിറഞ്ഞിട്ടുള്ള ഈ ഒരു രൂപം നീ കണ്ടോളൂ എന്നാണ് പറയുന്നത്. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു, ഒരു ശുദ്ധഭക്തൻ ഒരിക്കലും ആഗ്രഹിക്കില്ല വിശ്വരൂപം കാണുവാൻ. കാര്യം അവരുടെ മനസ്സിൽ എപ്പോഴും, അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവുന്നത് ഭഗവാന്റെ ഒറിജിനൽ, ഭഗവാന്റെ 2 കൈകളുള്ള ആ മനോഹരമായിട്ടുള്ള രൂപമാണ്. വൃന്ദാവനത്തിലെ കൃഷ്ണൻ്റെ രൂപമാണ് എല്ലാ ഭക്തരും ആഗ്രഹിക്കുന്നത് കാണുവാൻ. അതിമനോഹരമായിട്ടുള്ള ശ്യാമസുന്ദരൻ്റെ രൂപം ആണ് എല്ലാവരും ഭക്തർ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ഒരു വിശ്വരൂപം നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചു പഠിച്ചു, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, സാധാരണ ജനങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, ഭഗവാന്റെ ഈ വിഭൂതികളും ഐശ്വര്യങ്ങളൊക്കെ ഭഗവാൻ തിയറിറ്റിക്കലി പറഞ്ഞു. ഇനി പ്രാക്ടിക്കലി അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പ്രാക്ടിക്കലി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇത് സത്യമാണെന്നുള്ളത്. അതാണ് സംഭവിക്കുന്നത് വിശ്വരൂപത്തിലൂടെ. അപ്പോൾ ഭഗവാൻ അർജുനോട് പറയുന്നത്, നിന്റെ മനസ്സ് മാറ്റാനല്ല പറയുന്നത്. ആക്ച്വലി നിന്റെ കണ്ണുകൾ, ഞാൻ ഈ കണ്ണ് ഉപയോഗിച്ച് നിനക്ക് കാണാൻ സാധിക്കില്ല. കാര്യം അർജുനൻ്റെ മനസ്സ് എപ്പോഴും ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള ശ്യാമസുന്ദര രൂപമാണ് അർജുനൻ ആഗ്രഹിക്കുന്നത്. അല്ല, അപ്പോൾ കൃഷ്ണൻ പറയുന്നില്ല, നിന്റെ ആ ഹൃദയത്തിലുള്ള ആ ഒരു നിന്റെ ആഗ്രഹം മാറ്റിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു രൂപത്തെ മാറ്റി ഈ ഒരു രൂപം പ്രതിഷ്ഠിച്ചോളൂ, വിശ്വരൂപത്തെ പ്രതിഷ്ഠിച്ചോളൂ എന്ന് പറയുന്നില്ല. തൽക്കാലം നിനക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് താൽക്കാലികമായിട്ട് ഞാനൊരു ദിവ്യമായിട്ടുള്ള കണ്ണുകൾ നിനക്ക് തരുന്നു, നീ ആ കണ്ണിലൂടെ നീ കണ്ടോളൂ, അത്രയേ ഉള്ളൂ. അല്ലാതെ അർജുനൻ്റെ മനസ്സിലുള്ള ഭഗവാന്റെ ആ ഒരു രൂപം, അർജുനൻ ഇഷ്ടപ്പെടുന്ന രൂപത്തെ മാറ്റുവാൻ ഭഗവാൻ പറയുന്നില്ല. കാര്യം എന്താണ്? ഈ ഒരു രൂപം, വിശ്വരൂപം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ളതാണ്. അതാണ് താൽക്കാലികമായിട്ടുള്ള രൂപമായതുകൊണ്ട് ആണ് ഭഗവാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഭക്തരെ സംബന്ധിച്ച് ഈ ഒരു രൂപത്തിന് അധികം പ്രസക്തി ഇല്ല. അത് ശീല പ്രഭുപാദി ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഭക്തരെ സംബന്ധിച്ച് അവർക്ക് ഭഗവാനുമായിട്ടുള്ള റിലേഷൻ, ശരിക്കും പറയുകയാണെങ്കിൽ ആ ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ഭാവം വൃന്ദാവനത്തിലെ ഒരു ഭക്തർക്കും ഇല്ല. വൃന്ദാവനത്തിലെ കൃഷ്ണനെ ആരാധിക്കുന്നവർക്ക്, ഇനി നമ്മളിൽ പലവരും വൃന്ദാവനത്തിലെ കൃഷ്ണനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, ആ ആരാധന ചെയ്യുന്നവർ ഭഗവാന്റെ ഐശ്വര്യത്തെയല്ല നമ്മൾ ഇഷ്ടപ്പെടുന്നത്, ഭഗവാന്റെ മാധുര്യത്തെ, സ്വീറ്റ്നെസ് ആണ് ഇഷ്ടപ്പെടുന്നത്. ഐശ്വര്യം എന്ന് പറയുന്നത് വിഷ്ണു ഭക്തർ ശരിയാണ്, നാരായണനെ ആരാധിക്കുന്നവർ, അവർ ഐശ്വര്യപൂർണമായിട്ടുള്ള രൂപമാണ് അവർ കാണുന്നതും അവർ ആഗ്രഹിക്കുന്നതും. അങ്ങനെയുള്ള വിഷ്ണുവിനെ അല്ലെങ്കിൽ നാരായണനെ ദാസനായിട്ട് സേവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. നല്ലതാണ്, ഒരുപാട്. അത് സാധാരണ നമ്മൾ പറയുന്ന പോലെയല്ല, അതും വലിയൊരു സ്ഥാനമാണത്. എന്നാൽ കൃഷ്ണഭക്തരെ സംബന്ധിച്ച് കൃഷ്ണഭക്തിയിലും ഭക്തരിലും വെച്ച് ഇപ്പോൾ ദ്വാരകയിലെ കൃഷ്ണനെ ആരാധിക്കുന്നവരുടെ ആ ഒരു ഭാവം വ്യത്യാസം ഉണ്ടാവും, വൃന്ദാവനത്തിലെ കൃഷ്ണനെ ആരാധിക്കുന്നവരുടെ ഭാവം വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ശീലാ പ്രഭുപാദിയുടെ ഹൃദയം വൃന്ദാവനത്തിലെ കൃഷ്ണൻ്റെ രൂപമാണ്, അല്ലെങ്കിൽ ആ കൃഷ്ണനെയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ആ എക്സാമ്പിൾ പറയുന്നത്. വൃന്ദാവനത്തിലെ കൃഷ്ണനെ, വൃന്ദാവൻ കൃഷ്ണനെ എങ്ങനെയാണോ സുഹൃത്തുക്കൾ കാണുന്നത്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മുതിർന്ന ഗോപസ്ത്രീകളും ഗോപന്മാരും എങ്ങനെയാണ് ഭഗവാനെ നോക്കി കാണുന്നത്, വാത്സല്യരസത്തോടു കൂടിയിട്ട്, സഖ്യരസത്തോടു കൂടി, ഇനി ഗോപികമാർ മാധുര്യരസത്തോടു കൂടി, അതാണ് അവർ. അതാണ് ആ ഒരു ഭാവമാണ് അവർക്കുള്ളത്. അല്ലാതെ ആ ഭഗവാന്റെ ഈ ഐശ്വര്യപൂർണമായിട്ടുള്ള രൂപമല്ല. അവർ ഭഗവാനാണ് എന്ന് പോലും അവർ അംഗീകരിക്കുന്നില്ല. കൃഷ്ണനെ ഭഗവാൻ എന്നുള്ള രീതിയിലല്ല അവർ ഇഷ്ടപ്പെടുന്നത്. അവർ ഭഗവാനെ പോലെ അത്രയും സ്വീറ്റായിട്ടുള്ള വേറെ ആരുമില്ല. ആ ഒരു സ്നേഹമാണ്.
എന്തുകൊണ്ട് അങ്ങനെ ഭഗവത്വത അല്ലെങ്കിൽ ആ ഒരു ഐശ്വര്യം ഭഗവാൻ കാണിക്കുന്നില്ലെങ്കിലും ആളുകൾക്ക് അട്രാക്ഷൻ തോന്നുകയാണ് നാച്ചുറലി. കാരണം എന്താണ്? അദ്ദേഹം പരമദിവ്യത്വ പുരുഷനായതുകൊണ്ടാണ് നാച്ചുറലി അട്രാക്ഷൻ തോന്നുന്നത്. അതിന് നല്ലൊരു ഉദാഹരണമാണ് ബ്രഹ്മവിമോഹൻ ലീല കഴിഞ്ഞിട്ട് 1 വർഷത്തോളം ഭഗവാൻ വിസ്തരിച്ചിട്ടുള്ള പശുക്കളും അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിരുന്നു ഓരോ വീടുകളിലും. അപ്പോൾ അവരുടെ ഒറിജിനൽ മകൻ ഗുഹയിലിരിക്കുകയാണ്, ബ്രഹ്മാവ് ഉറക്കിക്കെടുത്തിരിക്കുകയാണ്, പശുക്കളും അവിടെ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അവർക്കും ബോധമില്ലാതെ ഇരിക്കുന്നു. എന്നാൽ ഓരോ വീടുകളിലും പശുവായിട്ടും അല്ലെങ്കിൽ ഗോപബാലന്മാരുമായിട്ട് വിസ്തരിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ അവർ വരുന്ന സമയത്ത് ആ 1 വർഷം ബലരാമൻ കാണുന്ന കാഴ്ച ഇതാണ്: എല്ലാവർക്കും സ്നേഹം കൂടുതൽ, അച്ഛനും അമ്മയ്ക്കും മക്കളോട് സ്നേഹം കൂടുതൽ, മക്കൾക്ക് അച്ഛനോട് സ്നേഹം, അച്ഛനും അമ്മയോടും സ്നേഹം കൂടുതൽ, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ പശുക്കൾക്ക് പശുക്കിടാങ്ങളെ സ്നേഹിച്ച് മതിയാവുന്നില്ല. അതേപോലെ തിരിച്ച് പശുക്കിടാങ്ങൾ പശുവിനെ സ്നേഹിച്ചിട്ടും മതിയാവുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹപ്രകടനം മാത്രം ഈ 1 വർഷം. ഇത് കാണുമ്പോൾ ബലരാമനൊരു അത്ഭുതം തോന്നി. ഇതെന്താണ് സംഭവം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. സംഭവം വേറെ ഒന്നുമല്ല, കൃഷ്ണനാണ് എല്ലാം. കൃഷ്ണൻ വിസ്തരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കാര്യം കൃഷ്ണൻ എല്ലാവരെയും ആകർഷിക്കുന്ന വ്യക്തിയാണ് അല്ല. ഇപ്പോൾ ഭഗവാൻ എന്നുള്ള ഭാവത്തിലല്ല അവർ, ആ സ്വീറ്റ്നെസ്സാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അതാണ് വൃന്ദാവനത്തിലെ കൃഷ്ണൻ്റെ പ്രത്യേകത. അപ്പോൾ ഭഗവാന്റെ ഭക്തർ, കൃഷ്ണഭക്തർ ആ ഒരു രൂപത്തെയാണ്, ആ ഒരു ഭാവമാണ് ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുന്നതും. അതാണ് ഇവിടെ ശീല പ്രഭുപാജി പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ്റെ സുഹൃത്തുക്കൾ അവരെല്ലാവരും സാധാരണ വ്യക്തികളല്ല. അവർ ഭഗവാൻ കൃഷ്ണൻ്റെ കൂടെ കളിക്കുന്നു, തോളത്ത് കയറുന്നു, ഭഗവാനെ അടിക്കുന്നു, ഇടിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട് അവർ. അതാണ് അവരുടെ ഭാവം. എങ്ങനെ സാധിക്കുന്നു? ഇതൊക്കെ ഭഗവാൻ അവരുടെ നിന്ന് അടി കിട്ടുമ്പോഴും അവർ കളിയാക്കുമ്പോഴും ഒക്കെ ഭഗവാൻ പറയുകയാണ്, ഞാൻ ആരാണെന്ന് എനിക്കറിയോ എന്ന് പറഞ്ഞ് ഭഗവാൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ അദ്ദേഹം അത് ആസ്വദിക്കുകയാണ്, ആ റിലേഷൻഷിപ്പ് ആസ്വദിക്കുന്നു. ഇതാണ് വൃന്ദാവനത്തിലെ ഭാവം. അതിമനോഹരമായിട്ടുള്ള ശ്ലോകം ഇവിടെ ശീല പ്രഭുപാജി കോട്ട് ചെയ്തിട്ടുണ്ട്. ശീല ശുകദേവ് ഗോസ്വാമി പറയുന്നു, ഇത്തം സദാം ബ്രഹ്മ സുഖാനുഭൂത്യ ദാസ്യം ഗതാനാം പരദൈവതേന മായാശ്രിതാനാം നരദാരകേന സാകം വിജർഹു കൃതപുണ്യപുഞ്ചാഹ. മനോഹരം, അതിമനോഹരം. ഇവിടെ പറയുന്നു എന്താണ്? ഭാഗവത്തിൽ പറയുന്നു, ദശമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ ശ്ലോകത്തിൽ പറയുന്നു, പല ആളുകളും, അതായത് ബ്രഹ്മവാദികൾ ഒരുപാട് തപസ്യകളൊക്കെ ചെയ്ത് അവർ ഭഗവാനെ കാണുവാൻ ശ്രമിക്കുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം ബ്രഹ്മജ്യോതി. അങ്ങനെ ഭഗവാനെ ബ്രഹ്മജ്യോതിയാണ് ഭഗവാൻ എന്ന് അവർ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവരത് ഫോളോ ചെയ്യുന്നു. ഇനി ഭക്തരാണെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനെ അവർ പറയുന്നു, ഇതാണ് കൃഷ്ണൻ, ഇതാണ് ഭഗവാൻ എന്ന് പറയുന്നു. സാധാരണ ആൾക്കാർ പറയുന്നു ഭഗവാൻ മായയുടെ അധീനതയിൽ വരുന്നു, മായയുടെ പ്രൊഡക്റ്റാണ് ഭഗവാൻ എന്ന് പറയുന്നു. അങ്ങനെ പല ആളുകളും പല രീതിയിലാണ് കാണുന്നത്. ഭക്തർ ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് കാണുന്നു. സാധാരണ ഭൗതികവാദികൾ അവർക്ക് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അവരും നമ്മളെപ്പോലുള്ളൊരു ആൾ അത്രേ അവർ വിചാരിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു ആളുണ്ടെന്ന് പോലും പലരും വിശ്വസിക്കുന്നില്ല. ഇനി അതീന്ദ്രിയ അല്ലെങ്കിൽ നിരാകാരവാദികൾ, ബ്രഹ്മവാദികൾ, അവരെ സംബന്ധിച്ച് ബ്രഹ്മജ്യോതി അവരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ അവരുടെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്യോതി. ഇവിടെ പറയുന്നു ഭാഗവതത്തിൽ ശുകദേവ് ഗോസ്വാമി പറയുന്നു, അങ്ങനെ അതാണ് അവസ്ഥ. എന്നാൽ ഈ ഭഗവാൻ കൃഷ്ണൻ്റെ സുഹൃത്തുക്കളുടെ ആ ഒരു സൗഭാഗ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നാണ് പറയുന്നത്. എത്ര ജന്മജന്മാന്തരങ്ങൾ അവർ ചെയ്തിട്ടുള്ള ഭക്തിയുത സേവനങ്ങളുടെ ഫലമാണ് അവർക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ സുഹൃത്തായിട്ട് മാറാൻ സാധിച്ചിട്ടുള്ളത്. ഓഹോ ഹോ ഹോ. ശുകദേവ് ഗോസ്വാമി ഇങ്ങനെയാണ്. ശുകദേവ് ഗോസ്വാമി സുഹൃത്തുക്കളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയും, എത്രയോ ഭാഗ്യം ചെയ്തിട്ടുണ്ട് കൃഷ്ണൻ്റെ സുഹൃത്തുക്കൾ, എത്ര ജന്മജന്മാന്തരങ്ങൾ എടുത്തു അവർക്ക് ഈ ഒരു പൊസിഷൻ കിട്ടാൻ. ശുകദേവ് ഗോസ്വാമി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കണം, ഞാനും ആഗ്രഹിക്കുന്നു എന്ന്. ഇനി വാത്സല്യരസം പറയുമ്പോൾ അദ്ദേഹം പറയും, ഓഹോ ഹോ, യശോദാമയെ പോലെ വേറെ ആരും, എത്രയും ഭാഗ്യമുള്ള വേറെ ആരുണ്ട്.
യശോദാമ്മയെ പോലെ വേറെ ആരുണ്ട്? കൃഷ്ണനെ ഗർഭത്തിൽ ധരിക്കുന്നു, കുട്ടിയായി വന്നു, യശോദ റാണിയുടെ പാല് കുടിക്കുന്നു. പാലാഴിയിൽ കിടക്കുന്ന അതേ ഭഗവാൻ യശോദ റാണിയുടെ പാല് കുടിക്കുന്നു. ഓഹോ, ആ അമ്മയുടെ അല്ലെങ്കിൽ ആ യശോദാമ്മയുടെ സ്ഥാനം എന്താണ് എന്ന് പറഞ്ഞ് ശുകദേവ് ഗോസ്വാമി യശോദറാണിയെ സ്തുതിക്കുന്നു. ഇനി ഗോപികമാരുടെ കാര്യം വരുമ്പോൾ അവിടെയും പറയുന്നുണ്ട് അദ്ദേഹം, ഈ ഗോപികമാരുടെ ദാസനായിട്ട് മാറാൻ ദാസിയായിട്ട് മാറാൻ സാധിക്കുക എന്ന് പറഞ്ഞത് തന്നെ അതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ അപ്പോൾ അതാണ് വൃന്ദാവനത്തിലെ ഓരോ ഭക്തരും, ഏത് ഭാവമായിക്കോട്ടെ, ഏത് രസമായിക്കോട്ടെ, എല്ലാവരുടെ ഉള്ളിലും ആ ഒരു ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം, പ്രേമം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണുവാനും ആഗ്രഹിക്കുന്ന കാര്യം, അല്ലേ? ഇപ്പോൾ ശീലപ്രഭുജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ആ കാര്യം. അപ്പോൾ വിശ്വരൂപം നമ്മളെ സംബന്ധിച്ച് ഒരു തിയറിറ്റിക്കലായിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള ആ ഐശ്വര്യങ്ങളെ അതിൻ്റെ ഒരു ഡിസ്പ്ലേ മാത്രമാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ അത്ര ഭക്തരെ സംബന്ധിച്ച് അത്ര വലിയ അട്രാക്ഷനൊന്നും അതിലില്ല. അർജുനനും അത് വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല. എന്നാലും അർജുനൻ ഇവിടെ ഒരു ആചാര്യൻ്റെ രീതിയിൽ, കാര്യം അർജുനനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമ്മളെപ്പോലുള്ളവർ, കാര്യം അർജുനനെ ഫോളോ ചെയ്യുന്നവരാണ്. ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത കൊടുത്തു. ആ ഭഗവത്ഗീത ബാക്കി താഴെ വരുന്ന നമ്മളെപ്പോലുള്ളവർ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അർജുനൻ നമ്മുടെ ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, പരമ്പര സിസ്റ്റത്തിലുള്ള ഒരു ആളാണ്. അപ്പോൾ അദ്ദേഹം നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നതും ഭഗവാൻ ഇത് കാണിച്ചു കൊടുക്കുന്നതും. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ 8ാമത്തെ ശ്ലോകം വരെ നമ്മൾ ഇന്ന് നോക്കി. ഭഗവാന്റെ മഹാകാരുണ്യം ഉണ്ടെങ്കിൽ, ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം 9ാമത്തെ ശ്ലോകം മുതൽ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. श्रीमद् भगवद गीता की जय, जगतगुरु शिला प्रभुपाद की जय, शिला गुरुदेव की जय, शिला गौड़ीय गुरु वृंद की जय, समवेद गौर भक्त वृंद की जय, निताय गौर प्रेमानंदे. वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानं पावनेभ्यो वैष्णवेभ्यो नमो नमः. हरे कृष्ण. थैंक यू.